നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ഇറങ്ങുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2-3 പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അതിൽ ഞാൻ ഒന്നാമത് കാണിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ പവർ സേവിങ് മോഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ലോങ് പ്രസ് ഒന്ന് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഓഫിലാണെങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് നിങ്ങൾ താഴെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടേൺ ഓഫ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ഓണിലാണോ നോക്കുക. അതുപോലെ തന്നെ ലിമിറ്റ് CPU സ്പീഡ് ടു 70% ഓണിലാണോ നോക്കുക. അതുപോലെ തന്നെ ഡിക്രീസ് ബ്രൈറ്റ്നസ് ബൈ 10% ഇതും നിങ്ങൾ ഓണിലാണോ നോക്കുക. അതിന് തൊട്ട് താഴെ ടേൺ ഓഫ് 5G ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ 5G ആണെങ്കിൽ നിങ്ങൾക്ക് 5G ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് പവർ സേവിങ് ചെയ്യാൻ സാധിക്കും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് 5G ആവശ്യമുള്ളത് കൊണ്ട് ഞാനിവിടെ ടേൺ ഓഫ് 5G എന്ന ഭാഗത്ത് എനേബിൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ലിമിറ്റ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ എന്ന ഭാഗമുണ്ട്. നിങ്ങൾക്ക് ലിമിറ്റായിട്ട്, അതായത് കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഓഫ് എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റിങ്സ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. എന്തു തന്നെയായാലും ബാറ്ററി എന്നുള്ള ആ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ പവർ സേവിങ് മോഡ് ഓൺ ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഓൺ ചെയ്യാം. പക്ഷേ ഇവിടുന്ന് ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷനൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓൺ ചെയ്യാൻ വേണ്ടി കാണിച്ചത്. ഓക്കെ, അതിനുശേഷം ഇവിടെ തൊട്ട് താഴെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ ഓണിലാണോ എന്ന് നോക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിന് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസുകൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പ് മോഡിലേക്ക് മാറും. അതായത് അത് വർക്ക് ചെയ്യാത്ത രൂപത്തിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാത്ത രൂപത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം ഓണിലാണെന്ന് നോക്കുക. നെവർ ഔട്ട് ഓഫ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗത്ത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അതിന് താഴെ സ്ലീപ്പിംഗ് ആപ്സ് എന്നും ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന് 2 ഓപ്ഷനുകൾ ഉണ്ടാകും. അവിടെ സ്ലീപ്പിംഗ് ആപ്സിൽ, അതായത് നിങ്ങൾ ഉപയോഗിക്കാതെ സ്ലീപ്പിംഗ് ആപ്സിലേക്ക് പോയ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ 3 എണ്ണം ഞാൻ ഉപയോഗിക്കാത്തതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്ലീപ്പിംഗ് ആപ്സിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസുകളുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ച ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൊത്തത്തിൽ ഡീപ്പ് സ്ലീപ്പിങ്ങിലേക്ക് പോകും. അതായത് വർക്ക് ചെയ്യാത്ത രൂപത്തിലേക്ക്. പിന്നെ നമ്മൾ എപ്പോഴാണ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്തേ വർക്ക് ആവുകയുള്ളൂ. ഞാനിത് സാംസങ് മൊബൈലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഈ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഈ മുകളിലുള്ള പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം മാത്രം നിങ്ങൾ ഓൺ ചെയ്തിടുക. അതിനുശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊട്ടക്റ്റ് ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഓൺ ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. അതായത് ഈ സംഭവം നിങ്ങൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ 85% മാത്രമേ ചാർജ് ആകുകയുള്ളൂ. അത് മൊബൈലിൻ്റെ ബാറ്ററി പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഇൻബിൽട്ടായിട്ട് നൽകുന്ന ഒരു ഓപ്ഷനാണ്. 85% ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. പിന്നെ ചാർജ് ആകുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം ഒരു 35-40% ആകുമ്പോൾ തന്നെ നിങ്ങൾ ചാർജിൽ ഇടുകയും വേണം. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ബാറ്ററി ഒരിക്കലും കംപ്ലൈൻ്റ് ആകുകയില്ല എന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അത് ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം 100% ചാർജ് ആകണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാനും ഇവിടെ ഓണാക്കിയിട്ടില്ല. വേണമെങ്കിൽ നമുക്കിവിടെ ഓണാക്കാവുന്നതാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ച ആപ്ലിക്കേഷൻസുകളും മറ്റും എത്ര ശതമാനം ബാറ്ററി യൂസ് ആയിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ചാർജിങ് സെറ്റിങ്സ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ ചാർജിങ് ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ഓണിലാണോ നോക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്, നിങ്ങൾ ഏത് ഫാസ്റ്റ് ചാർജറാണോ ഉപയോഗിക്കുന്നത് അതിലൂടെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ആകണം എങ്കിൽ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഫാസ്റ്റ് ചാർജിങ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഷോ ബാറ്ററി പെർസെൻറ്റേജ്, നിങ്ങളുടെ ബാറ്ററിയുടെ ശതമാനം ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ ഷോ ബാറ്ററി പെർസെൻറ്റേജ് എന്ന ഭാഗത്ത്
ഓൺ ആക്കണം. അതുപോലെ തന്നെ ബാറ്ററി ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാനും വായിക്കാനും സാധിക്കും. ബാറ്ററി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ഇപ്പോൾ ഞാൻ ചാർജ് ചെയ്യാത്തതുകൊണ്ട് നോട്ട് ചാർജിങ് കാണിക്കുന്നുണ്ട്. ബാറ്ററി ലെവൽ ഇപ്പോൾ 68% ബാറ്ററി ലെവലുണ്ട്. ബാറ്ററി കപ്പാസിറ്റി 5000 mAh എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുമായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ സൗണ്ട് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. റിങ്ങിങ് ടൂൺ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടൂൺ, അതുപോലെ തന്നെ വൈബ്രേഷൻ, അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 2 ഭാഗത്ത് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ബാറ്ററി നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇവിടെ സിസ്റ്റം സൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. എവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇവിടെയൊക്കെ ഓണിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം ടച്ച് ഇൻറ്ററാക്ഷൻസ് എന്ന ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് വരേണ്ട ആവശ്യം ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡയലിംഗ് കീപാഡ്, അതിൻ്റെ ഒന്നും സൗണ്ട് നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ വൈബ്രേഷൻ ആവശ്യമില്ല. ഇവിടെ സാംസങ് കീബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതും നമുക്ക് ആ കീബോർഡിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള സൗണ്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ ചാർജിങ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടൂണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക് അൺലോക്ക് അതിൻ്റെയൊക്കെ ടൂണുകൾ എന്തിനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. അതിൽ തന്നെ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബാറ്ററി ലാഭിക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർന്നില്ല, ഒരു സെറ്റിങ്സും കൂടിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സിസ്റ്റം വൈബ്രേഷൻ എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നേരത്തെ സിസ്റ്റം സൗണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇവിടെ സിസ്റ്റം വൈബ്രേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ വൈബ്രേഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങളിവിടെ ചെക്ക് ചെയ്യുക. ഇവിടെ ടച്ച് നേരത്തെ കാണിച്ച പോലെ തന്നെ ടച്ച് ഇൻറ്ററാക്ഷൻസ് എന്ന ഭാഗത്ത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡയലിംഗ് കീപാഡ് അതും നിങ്ങൾ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. സാംസങ് കീബോർഡ്, അതുപോലെ തന്നെ ചാർജിങ്, നാവിഗേഷൻ ഗസ്റ്റേഴ്സ് എന്ന് ഇവിടെ കാണാം, അവിടും നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാമറ ഫീഡ്ബാക്ക് അതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ വക സെറ്റിങ്സുകളിലൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഗൂഗിളിൽ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.